ഉമ എന്ന ഈ പെൺകുട്ടി അടുത്തിടെ വിവാഹിതയായി. ഗ്രാമം വിട്ട് ഭർത്താവ് ഗോപാലിനൊപ്പം നഗരത്തിലേക്ക് വരികയായിരുന്നു. രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. അപരിചിതരെ പോലെ നിശബ്ദരായിരുന്നു. ഉമ്മ വസ്ത്രം മാറാൻ പോയപ്പോൾ ഗോപാൽ പോകുമായിരുന്നു. ഗോപാൽ വസ്ത്രം മാറുമ്പോൾ അയാൾ ഭാര്യയെ പുറത്താക്കുമായിരുന്നു. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ഇരുവരും ഒന്നും ചെയ്തിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഉമ ഉണർന്നപ്പോൾ ഭർത്താവില്ലെന്നും പുറത്ത് വലിയ ബഹളമുണ്ടായിരുന്നുവെന്നും അവൾ കണ്ടു. വാതിൽ തുറന്നപ്പോൾ ആൾക്കൂട്ടത്തിന്റെയും വാഹനങ്ങളുടെയും ശബ്ദം അവൾ കേട്ടു. വാസ്തവത്തിൽ ഭർത്താവ് അവളെ ഒരു ചേരിയിലേക്ക് കൊണ്ടുപോയി. ഉമ വീട്ടിൽ ഒറ്റയ്ക്ക് നിശബ്ദയായിരുന്നു. കഴിക്കാൻ ഒരു പൈസ പോലും അവളുടെ കൈവശമുണ്ടായിരുന്നില്ല. പകൽ മുഴുവൻ വിശന്നിരുന്നതിനാൽ ആ രാത്രി ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് കേട്ടപ്പോൾ അവൾ അവനുമായി വഴക്കിടുമെന്ന് അവൾ കരുതി. പക്ഷേ വാതിൽ തുറന്നയുടനെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വീണു. ഉമ ഞെട്ടിപ്പോയി അവിടെ നിന്നു. വിശപ്പിന്റെ പിടിയിലായ അവൾ പോക്കറ്റിൽ നിന്ന് പണമെടുത്തു, കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി എല്ലാം കഴിച്ചു. ഗോപാൽ രാവിലെ ഉണർന്നപ്പോൾ ഉമ ചോദിച്ചു, നീ ദിവസം മുഴുവൻ പുറത്തായിരുന്നു, ഭക്ഷണത്തിനായി കുറച്ച് പണമെങ്കിലും ബാക്കി വയ്ക്കാമായിരുന്നു. ഗോപാൽ മറുപടി പറഞ്ഞു, ഞാൻ രാവിലെ ജോലിക്ക് പോയി. ജോലി കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വിവാഹം ആഘോഷിക്കാൻ എന്നെ മദ്യം കുടിപ്പിച്ചു. ഒരു ചെറിയ സന്യാസിയായ ഉമ മാർക്കറ്റിൽ പോകാൻ പണം ചോദിക്കാൻ തുടങ്ങി. ജോലിക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പച്ചക്കറികൾ മുറിക്കാൻ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു കത്തി കടം വാങ്ങി. വിചിത്രമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്കൊന്നും മനസ്സിലായില്ല. രാത്രിയിൽ ഗോപാൽ വീട്ടിലെത്തിയപ്പോൾ ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടും ഭാര്യയ്ക്ക് ഒന്നും പാചകം ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അയാൾ കണ്ടു. അവൾ ക്ഷീണിതയായി അവിടെ ഉറങ്ങിപ്പോയി. രാവിലെ ഗോപാൽ ഉമയുമായി പണത്തെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ പണം മുഴുവൻ അയാൾ ഒറ്റയടിക്ക് ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ ദൈനംദിന വേതനം അത്ര മികച്ചതായിരുന്നില്ല. പണം ലാഭിക്കാൻ, ദിവസം സുഗമമായി കടന്നുപോകാൻ വേണ്ടി അയാൾ തറയിൽ ഒരു ദൈനംദിന ചിലവ് ദിനചര്യ സ്ഥാപിച്ചു.